കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏത്? മഞ്ഞ. മഞ്ഞ നിറം ആണ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം. ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം ആണ് മെർക്കുറി. മെർക്കുറി ആണ് ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം. ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഗൾഫ് രാജ്യം ആണ് സൗദി അറേബ്യ. സൗദി അറേബ്യ ആണ് ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഗൾഫ് രാജ്യം. പാസ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭാശയ ക്യാൻസർ. പാസ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭാശയ ക്യാൻസർ. ദേശീയ ഗാനത്തെപ്പറ്റി ഉള്ള പഠനം ആണ് ആന്തമറ്റോളജി. ആന്തമറ്റോളജി എന്നാണ് ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം ആണ് പാട്യാല. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാട്യാല. ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ആണ് ചാർട്ടേഡ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ആണ് ചാർട്ടേഡ് ബാങ്ക്. ഗദർ എന്ന പഞ്ചാബി വാക്കിന്റെ അർത്ഥം എന്ത്? വിപ്ലവം. വിപ്ലവം എന്നാണ് ഗദർ എന്ന പഞ്ചാബി വാക്കിന്റെ അർത്ഥം. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ആണ് മദ്രാസ്. മദ്രാസ് ആണ് കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം. ചോളത്തിന്റെ ജന്മദേശം ആണ് മെക്സിക്കോ. മെക്സിക്കോ ആണ് ചോളത്തിന്റെ ജന്മദേശം. ഇന്ത്യക്ക് ആദ്യമായി ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണം ലഭിച്ച വർഷം ആണ് 1928. 1928 ആണ് ഇന്ത്യക്ക് ആദ്യമായി ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണം ലഭിച്ചത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം ആണ് 1984. 1984 ആണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നത്. ഇറാൻ എന്ന രാജ്യത്തിന്റെ പഴയ പേര് ആണ് പേർഷ്യ. പഴയ കാലത്ത് പേർഷ്യ എന്നാണ് ഇറാൻ അറിയപ്പെട്ടത്. ലോക ജലദിനം ആണ് മാർച്ച് 22. മാർച്ച് 22 ആണ് ലോക ജലദിനമായി ആചരിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ആണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ആണ് കാസർഗോഡ്. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനം ആണ്? ധ്യാൻ ചന്ദ്. ധ്യാൻ ചന്ദിന്റെ ജന്മദിനം ആണ് ദേശീയ കായിക ദിനമായി ഓഗസ്റ്റ് 29 ആചരിക്കുന്നത്. തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആണ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ ആണ് തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കല്ലുമാല സമരം നടന്നത് എവിടെ? പെരിനാട്. പെരിനാടിൽ ആണ് കല്ലുമാല സമരം നടന്നത്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. ഫിൻലാൻഡിനെ ആണ് 1000 തടാകങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ആണ് ഗോതമ്പ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ആണ് ഗോതമ്പ്. അവസാന മൗര്യ രാജാവ് ആണ് ബൃഹദ്രഥൻ. ബൃഹദ്രഥൻ ആണ് അവസാന മൗര്യ രാജാവ്. ലോക തപാൽ ദിനം എന്ന്? ഒക്ടോബർ 9. ഒക്ടോബർ 9 ആണ് ലോക തപാൽ ദിനം. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം ആണ് കുമ്പളങ്ങി. കുമ്പളങ്ങി ആണ് കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം ആണ് ആസാം.
ആസാം ആണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം. തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ആണ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ ആണ് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ആണ് തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ആണ് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ആണ് പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ആണ് പത്തനംതിട്ട. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരൂർ. അരൂരിൽ ആണ് കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം ആണ് 1988. 1988 ആണ് ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ആണ് ഇബ്രാഹിംപൂർ. ഇബ്രാഹിംപൂർ ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലായുള്ള കേരളത്തിലെ ജില്ല ആണ് വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലായുള്ള കേരളത്തിലെ ജില്ല ആണ് വയനാട്. 2018 ഹോക്കി ലോകകപ്പ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഇന്ത്യ. 2018 നടന്ന ഹോക്കി ലോകകപ്പ് നടന്നത് ഇന്ത്യയിൽ വെച്ചാണ്. കേരളത്തിലെ ആദ്യ ഗവർണർ ആണ് രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യ ഗവർണർ ആണ് രാമകൃഷ്ണ റാവു. ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ആണ് വിളർച്ച. വിളർച്ച ആണ് ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രബീന്ദ്രനാഥ ടാഗോർ. രബീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. ഗായത്രി മന്ത്രം ഏത് വേദത്തിലാണ് ഉള്ളത്? ഋഗ്വേദം. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലാണ് ഉള്ളത്. ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് കെന്നത്ത് കൗണ്ട. കെന്നത്ത് കൗണ്ട ആണ് ആഫ്രിക്കൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ആറ്റുകാൽ ദേവീക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ ആണ് ആറ്റുകാൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകസഭയിലേക്ക് മത്സരിക്കാൻ ഉള്ള ചുരുങ്ങിയ പ്രായപരിധി ആണ് 25 വയസ്സ്. ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള ചുരുങ്ങിയ പ്രായപരിധി ആണ് 25 വയസ്സ്. കറിയുപ്പിന്റെ രാസനാമം ആണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്നാണ് കറിയുപ്പിന്റെ രാസനാമം. വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത് പ്ലാറ്റിനം. പ്ലാറ്റിനത്തെ ആണ് വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത്. കിഴക്കിന്റെ തപാൽ പെട്ടി എന്ന് അറിയപ്പെടുന്ന രാജ്യം ആണ് ശ്രീലങ്ക. ശ്രീലങ്ക ആണ് കിഴക്കിന്റെ തപാൽ പെട്ടി എന്ന് അറിയപ്പെടുന്ന രാജ്യം. അസുരവാദ്യം എന്ന് അറിയപ്പെടുന്നത് ചെണ്ട. ചെണ്ടയെ ആണ് അസുരവാദ്യം എന്ന് അറിയപ്പെടുന്നത്. ഹോർമോൺ ആയി കണക്കാക്കുന്ന ജീവകം ആണ് ജീവകം ഇ. ജീവകം ഇ ആണ് ഹോർമോൺ ആയി കണക്കാക്കുന്ന ജീവകം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ആണ് ബാക്ടീരിയ. ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. ബംഗാളിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്ന നദി ആണ് ദാമോദർ. ദാമോദർ നദിയെ ആണ് ബംഗാളിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാനം പിറവിയെടുക്കുമ്പോൾ എത്ര ജില്ലകൾ ആയിരുന്നു? 5. കേരള സംസ്ഥാനം പിറവിയെടുക്കുമ്പോൾ 5 ജില്ലകൾ ആണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ആണ് 3:2. 3:2 ആണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം.
ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആണ് ജാർഖണ്ഡ്. ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആണ് ജാർഖണ്ഡ്.